എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ മാമം മുതൽ മംഗലപുരം വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. 2 മാസത്തിന് ശേഷമാണ് ഈ ഭാഗത്തെ വീഡിയോ എടുക്കുന്നത്. പഴയ വീഡിയോ അപേക്ഷിച്ച് വന്ന മാറ്റങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കടമ്പാട്ടുകോണം മുതൽ കോരണി വരെയുള്ള വീഡിയോ 2 ആഴ്ച മുന്നേ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഐക്കാർഡിൽ ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് മാമം പാലം കഴിഞ്ഞ് ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നാണ്. ഇവിടെ റൈറ്റ് സൈഡിലാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായി വരുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് എടുത്തു പറയുന്നത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇത് നാഷണൽ ഹൈവേ 66-ൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ റോഡിൻ്റെ റൈറ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെയും പകുതി ഭാഗത്തെ മെയിൻ റോഡിൻ്റെയും ഫസ്റ്റ് ലെയർ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഭാഗത്ത് ബിറ്റമിൻ ലിക്വിഡിൻ്റെ ലെയർ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ടാറിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓടയുടെ വർക്ക് കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ സ്പേസ് ക്ലീനാക്കി ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. കുറച്ച് തൊഴിലാളികൾ അവിടെ നിന്ന് അതിൻ്റെ കമ്പി കെട്ടുന്ന വർക്ക് ചെയ്യുന്നതായി കാണാം. പാലമൂട് ഭാഗത്തും സർവീസ് റോഡിന് വേണ്ടിയുള്ള എർത്ത് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ കോരണിയിലേക്ക് പോകാം. കോരണി അണ്ടർപാസിൽ എത്തുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ ആറി വാളിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇത് കോരണിയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസാണ്. ഇതിൻ്റെ വർക്ക് നേരത്തെ കംപ്ലീറ്റ് ആയതാണ്. ഇതിനോട് ചേർന്നുള്ള സർവീസ് റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകളാണ് കാണുന്നത്. സർവീസ് റോഡ് വഴി പോകുന്നതിനാൽ തിരിച്ചു വരുമ്പോൾ റൈറ്റ് സൈഡിലെ കാഴ്ചകളും കാണിക്കാം. പാലമൂട് കഴിഞ്ഞ് നേരെ പോകുന്നത് ചെമ്പകമംഗലത്തിലേക്കാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ മാത്രമാണ് വർക്ക് നടക്കുന്നത്. പല സ്ഥലങ്ങളിലും സർവീസ് റോഡിന് വേണ്ടിയുള്ള എർത്ത് വർക്കാണ് നടക്കുന്നത്. ഒരു വർഷത്തിന് മുന്നേ നിർമ്മിച്ച ക്രാഷ് ബാരിയറുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ കമ്പിയൊക്കെ ഇപ്പോൾ ദ്രവിച്ച് ഇരിക്കുന്നത് കാണാം. റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഈ കുന്ന് ഇപ്പോൾ ഇടിച്ച് കുറേ മണ്ണ് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ അതൊരു ചേടി ടൈപ്പ് മണ്ണാണ്. ചേടി ടൈപ്പ് എന്ന് പറയുമ്പോൾ ഉറപ്പില്ലാത്ത മണ്ണാണ്. എപ്പോൾ വേണമെങ്കിലും അത് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. പല ഭാഗങ്ങളിലും ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഇപ്പോൾ ആ കുന്നിനോട് ചേർന്ന് ഓടയുടെ വർക്കാണ് നടക്കുന്നത്. സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഒരു കോൺക്രീറ്റ് ഭിത്തി നിർമ്മിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പല സ്ഥലങ്ങളിലും വിട്ട് ക്രാഷ് ബാരിയറുകൾ ഒരു വർഷത്തിന് മുന്നേ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ സിനിമാ പോസ്റ്ററുകളും മറ്റും ഒട്ടിക്കാനായി മാത്രം ഉപയോഗിക്കുകയാണ്.
ഇപ്പോൾ ചെമ്പകമംഗലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത് ചെമ്പകമംഗലത്തെ അണ്ടർപാസ് ആണ്, ചെറിയൊരു അണ്ടർപാസ്. ഇവിടെ കുറച്ചു ദൂരം ആറിവാളിൻ്റെ വർക്ക് നേരത്തെ തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ അവിടെ വർക്കൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ 16-ാം മൈൽ അണ്ടർപാസിന് അടുത്തേക്കാണ് പോകുന്നത്. അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗത്ത് ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മണ്ണ് കൊണ്ടിട്ട് അത് നിരപ്പാക്കുന്ന വർക്കാണ് നടക്കുന്നത്. ഇത് 16-ാം മൈലിൽ നിർമ്മിച്ച അണ്ടർപാസ് ആണ്. പതിനാറാം മൈൽ അണ്ടർപാസിൽ നിന്നും തോന്നയ്ക്കൽ ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡിൻ്റെ ഇടത് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ ടാറിങ് ചെയ്തിട്ടുണ്ട്. അവിടെ സയൻസ് പാർക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. ഇവിടെ നിന്ന് നേരെ തോന്നിക്കൽ ആശാൻ സ്മാരകത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് ദൂരത്ത് സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും ഒക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തോന്നിക്കൽ ആശാൻ സ്മാരകം. ഇവിടെ ഇടത് സൈഡിലെ സർവീസ് റോഡ് അല്പം ഉയർന്നാണ് പോകുന്നത്. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതുവഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ നിന്നും തിരിഞ്ഞ് സർവീസ് റോഡ് വഴി മംഗലപുരത്തേക്ക് പോകാം. മംഗലപുരം ജംഗ്ഷൻ എത്തുന്നത് വരെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്.
മംഗലപുരം ജംഗ്ഷനിൽ നേരത്തെ പോലെ തന്നെയാണ്. ഒരു സൈഡിലെ പൈലിൻ്റെയും പൈൽ ക്യാപ്പിൻ്റെയും ഒക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മറ്റേ സൈഡിലുള്ള വർക്ക് ഇതുവരെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുവന്നത്. നമുക്കിവിടെ നിന്നും തിരിച്ച് റൈറ്റ് സൈഡിലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ മംഗലപുരത്ത് നിന്നും തിരിച്ച് കോരണി ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. മംഗലപുരം ജംഗ്ഷൻ മുതൽ തോന്നക്കൽ വരെ ആശാൻ സ്മാരകത്തിൻ്റെ അടുത്ത് വരെയുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തോന്നക്കൽ നിന്നും മുന്നോട്ട് പോകുന്നത് 16-ാം മൈൽ അണ്ടർപാസിനടുത്തേക്കാണ്. ഈ ഭാഗങ്ങളിലൊന്നും വർക്ക് കൂടുതലായി നടക്കുന്നില്ല.
ഇപ്പോൾ 16-ാം മൈൽ അണ്ടർപാസിൽ നിന്നും ചെമ്പകമംഗലം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ ചെമ്പകമംഗലത്ത് നിന്നും കോരണിയിലേക്കാണ് പോകുന്നത്. കോരണയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിന് മുന്നേ കുറച്ച് ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മംഗലപുരം മുതൽ കഴക്കൂട്ടം വരെയുള്ള റോഡിൻ്റെ വർക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.